ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങളുടെ പ്രിയ താരങ്ങൾ അണിനിരക്കുന്ന ചിരിയുടെ മാലപ്പടക്കം കൊളുത്തി മനം കുളിപ്പിക്കുന്ന ഗാനരംഗങ്ങളും ഹാസ്യ നാടകമാണ്. ഈ ലൈറ്റ് ബോർഡ് അടച്ച് ഞാൻ എങ്ങനെ വായിക്കും? ലൈറ്റ് വേണം. ഇല്ല, എനിക്ക് മുഴുവൻ പറയണം. അപ്പൊ ഞാൻ നോക്കാം. അന്ധകാരത്തിൽ എന്നെ നിർത്തിയിരിക്കണത്. ശരി, അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു നാടകമാണ്. മഹാരാജ എന്ന ഒരു ഹാസ്യ സ്കിറ്റ്. വെരി ഗുഡ്, കണ്ടുപോയി. സോ ആരാധകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സുരക്ഷാ വലയം ഭേദിക്കുകയോ ഇവിടുത്തെ സെക്യൂരിറ്റികൾക്ക് ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാക്കരുത്. ഇവരെല്ലാവരും അവരെ നോട്ടുമാലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്മിത ഏൽപ്പിക്കുക. വളരെ സങ്കീർണത പിടിച്ച വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു നീക്കമാണ് മഹാരാജാവ് എന്ന് പറഞ്ഞ ഈ സ്കിറ്റ്. നാടകത്തിന്റെ സംവിധാനം ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ. ഇതിൽ അഭിനയിക്കുന്നവർ ധനുഷ്, പ്രതീഷ്, പ്രമോദ്, അശ്വതി, അഞ്ജന മുതലായവർ. എൻജോയ് ദി ഷോ. കേരളപുരം പാടുന്ന മഹാരാജൻ എഴുന്നള്ളുന്നേ എന്ന് പറഞ്ഞിട്ട് രാജാവ് വന്നു. മന്ത്രി മഹാരാജാവിന് പൂച്ചയുണ്ട് പൂച്ചയുണ്ട് എന്ന് വിളിക്കാതെ മഹാരാജാവിന് വല്ല കഴിവുണ്ടെന്നോ പുലി ഉണ്ടെന്നോ വിളിക്കേ. മഹാരാജാവ് വന്നാട്ടെ വന്നാട്ടെ ഇന്നാട്ടെ. ശരി നിന്നാട്ടെ. അതെയോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിന്നോ? ആ ശരി ആട്ടോ നാം നിർത്തി. ആരോടെ പെരുമ്പറ മുഴക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗുരുവ വേണമെങ്കിൽ തടിയുമോ അങ്ങോട്ട്. ഇന്നും നാം തന്നെ അടിക്കണം. ഞാനും അമ്പലത്തിൽ പോയി. ഇതാ പ്രസാദം. അവിടത്തേക്ക് എവിടെ തേക്കാൻ? ഇവിടെ ഒന്നും തേക്കാൻ പറ്റൂല. ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. അതല്ല അങ്ങേക്ക്. എന്തേക്ക്?
ആരെവിടെ? ഞാനാണ് രാജൻ. നീയാണോ രാജൻ? അപ്പൊ ഞാനെത്രയുടെ ഇവിടുത്തെ പിച്ചക്കാരനാ? അയ്യോ, അതല്ല രാജൻ. ഞാനല്ല രാജൻ. അങ്ങനല്ല രാജൻ. പിന്നെ എങ്ങനെയാണ് രാജൻ? നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നെ പറയാൻ വരെയിരിക്കുന്ന കേൾക്കാം. കേൾക്കാൻ നാമൊരു രാജാവലികളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാ. എന്നിട്ട് നീ പറഞ്ഞില്ലേ? ശരി, പഠിപ്പിക്കാതെ കാര്യം പറയാം. അയൽരാജ്യത്തെ രാജപ്പൻ രാജാവ് നമ്മെ ആക്രമിക്കാൻ വരുന്നെന്ന്. അവനെന്താ ആക്രി വഴക്കം തുടങ്ങിയ? അയ്യോ, അതല്ലുവാ, യുദ്ധത്തിന് വരുന്നെന്ന്. യുദ്ധമോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? അപ്പ വഴക്ക് പറയും. നാളെ വരാൻ പറ. ഛെ, രാജാവിനെ പേടിച്ചാലും പേടിയോ? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മെ പോലൊരു ധൈര്യശാലി വേറെ ഇല്ല. അവനെക്കാരും എന്നെ കൈ വന്ന് കേറാനുണ്ടല്ലോ. രാജാവ് അമ്മീയാരാ? ആ ഞാൻ അയൽരാജ്യത്താ പോണെ ചൂടായി ചൂടായിട്ടുള്ള യുദ്ധത്തിനാണ് മന്ത്രി ചെല്ലേ അങ്ങനെ അങ്ങോട്ട് ചെയ്യും. അടി കുടിച്ചാൽ അങ്ങോട്ട് ചെന്നാലേ അങ്ങോട്ട് ചെയ്യുവാ മതി. അത് അവ അടിക്കുമല്ലേ? തന്നല്ലേ അമ്മയുടെ മുലപ്പാൽ പിടിച്ചവരാണ് ഈ വളയുന്നത് രാജാവേ, അവൻ വെല്ലുവിളിക്കുന്നു, ചെയ്യ്. ഇല്ല, ഞാൻ തവണ പാല് കുടിച്ചാൽ വളർന്നത്. അയ്യേ, നോക്കി നിൽക്കരുതെന്ന് ഇപ്പൊ ചെയ്യ് രാജൻ. അല്ല പിന്നെ ദേഷ്യം വരൂല്ലേ? എത്രയൊക്കെ പറഞ്ഞാൽ നാം ക്ഷമിക്കുന്നത്? പിന്നെ അവന്റെ കയ്യിൽ നിന്ന് അടിമൊത്തം മേടിച്ചു കൂട്ടിയിട്ട് പാചകം പഠിക്കാതെ രാജൻ. മന്ത്രി, നമ്മുടെ മനസ്സൊന്ന് തടുപ്പിക്കുവാൻ കൊട്ടാര നർത്തകിമാരോട് വന്ന് അടിക്കാനാ പറയൂ. അയ്യോ, കൊട്ടാര നിർത്തിമാരെല്ലാം പിണങ്ങിപ്പോയി. അതെന്താ കാരണം? അങ്ങയുടെ വലിയ കാരണം. നാം സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് കൊട്ടാര നർത്തകിമാർക്ക് എന്താ കഴിയും? സിഗരറ്റ് വലിയല്ല, പിന്നെ അവരുടെ കയ്യിലും കാലിലും പിടിച്ചിട്ട് വലിക്കുന്ന വലിയ. ആ വലി ഇനിയിപ്പോ നാം എന്ത് ചെയ്യും മന്ത്രി? ആ, ഒരു വഴിയുണ്ട് രാജൻ. എന്താണത്? യുവജനോത്സവത്തിന് നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ച കുട്ടി വന്ന് നിൽപ്പുണ്ട്. ശരി, നാടോട് നൃത്തമെങ്കിൽ നാടോട് നൃത്തം. നമ്മുടെ മനസ്സൊന്ന് തടുത്താൽ മതിയായിരുന്നു. എന്താ കരയിപ്പിക്കാനാണ് നമ്മളെ കാറ്റി വിട്ടത്? എന്താണ് കിടന്ന് വിളിച്ചു പോകുന്നത്? രാജൻ, രാവിലെ മുതൽ കൊട്ടാരത്തിന് പുറത്ത് ഒരാൾ വന്ന് കൈ കെട്ടി നോക്കി നിൽക്കുന്നു. ചോദിച്ചിട്ട് ഒരക്ഷരവും കിട്ടുന്നില്ല. അതേ അക്ഷരമാണ്. അയ്യോ, അതല്ല, ഒന്ന് പറയുന്നില്ലെന്ന്. എന്താ? ഉടൻ തന്നെ അയാളെ നമ്മുടെ മുമ്പിലിട്ട് കത്തിക്കൂ. എന്തോന്ന്? വല എത്തിക്കാൻ. ശരി രാജൻ. എന്തിനാണോ രാവിലെ മുതൽ കൊട്ടാരത്തിന് മുന്നിൽ വന്ന് കൈ കെട്ടി നോക്കി നിൽക്കുന്നത്? ഇന്നലെ അമ്മയുടെ മണന്മാരുടെ വീട്ടിൽ വന്നിരുന്നു എന്തിന്? രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി കരം കെട്ടണമെന്ന് താക്കിയത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി എന്റെ ഈ കരം കെട്ടി നോക്കിയിരുന്നത്. സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ആരവരെ ഈ വിവരദോഷിയെ പിടിച്ച് പുറത്താക്കൂ. ആ രാജൻ, കൊട്ടാരത്തിൽ പുതിയതായി ചാർജ് എടുത്ത തോൽവി വരുന്നുണ്ട്. ഓ, എന്തൊരു സൗന്ദര്യം. ആ മന്ത്രി, താനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അതെന്താ രാജൻ? സംഗതി പാൽപ്പായസമാണെങ്കിലും അറിയ പട്ടിലൊക്കെ തീർന്നില്ല കേസ്. കേൾക്കോ? ഹായ് രാജൻ. നാം ഹായ് രാജനല്ല, നാം WY ബാബുരാജൻ. രാജൻ എന്നെ ചികിത്സ പ്രസവിച്ചു. ലഡുവാ. കാലം പോകുന്ന പോക്കെ പണ്ടൊക്കെ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു പ്രസവിക്കുന്നത്. ഇപ്പൊ ലേഡിമല വരെ പ്രസവിച്ചു തുടങ്ങി. അടുത്തിനി ജിലേബിയും അരിമയൊക്കെ ആയിരിക്കും. നമ്മുടെ കൊട്ടാരത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് പിടിച്ചു. ആ വൃത്തികെട്ടവൻ നിങ്ങൾ പിടിച്ച ഇവരെ നാം അടിച്ചു കൊല്ലുന്നുണ്ട്. അയ്യോ, ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥ എന്നർത്ഥം. ആണോ? ഇതാണ് പള്ളിക്കുടുത്തി പോകാത്ത അവസ്ഥ. അതെ, അങ്ങേക്ക് സ്പോർട്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷുഗർ ഉള്ളത് കൊണ്ട് ബേക്കറിയൊന്നും കഴിക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതെ, തോണിക്ക് കുടിക്കാനെന്തെങ്കിലും ഞാൻ
സംതിങ്. സോറി അതിവിടെ ഇല്ല. വേണമെങ്കിൽ വീഞ്ഞെടുക്കാം. ആരവിടെ വീഞ്ഞ് കൊണ്ടുവരോ? എന്തോ വീഞ്ഞ് കൊണ്ടുവരോ? വീഞ്ഞ് കുടിച്ചു കഞ്ഞിവെള്ളം വേണോടാ? വളരെ കുടിച്ചോട് പോടാ മാറിയിരിക്കാം. നിങ്ങളുടെ ഞാൻ ഒന്നും ചോദിച്ചില്ല. നീ എന്നെ അടിക്കണ്ട. അപ്പൊ അവന്റെ ഒരു വീഞ്ഞ് കൊച്ചു പിള്ളേർ തമാശക്ക് പറഞ്ഞത് അല്ലടാ. ഞാൻ ഇവിടെ എവിടെ തമാശയില്ലേ? അന്നിപ്പൊക്കോ? അയ്യോ രാജൻ, അവൻ ഇത്രയും അടുത്തു നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുളിര് പോരുന്നു. ഞാനാണോ തൊഴി? പിന്നെ തുപ്പല് തെറിച്ചാൽ പിന്നെ ആർക്കാ കുളിര് പോരാത്തത്? തൊഴി നിന്നെ കണ്ട മാത്രമേ തന്നെ നമുക്ക് വളരെ ഇഷ്ടമായി. ഈശ്വര, കാര്യങ്ങൾ കൈവിട്ട് പോയെന്നാ തോന്നുക. രാജൻ, പരാതി പറയാൻ കാത്തു നിൽക്കുന്നു. ശരി, വരാൻ പറയൂ. ഉത്തരവ്. എന്താ പറഞ്ഞത്? പരാതി പറയും. പറയൂ പരാതി. പരാതി 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 പരാതി. 4 പരാതി. ഒന്നാളെ ഹലോ, ആരാ? രാജാവുണ്ടോ? മണി 12 ആയതല്ലേ ഉള്ളൂ. 1 മണിയാകാതെ എങ്ങനെയാണ് ഉണ്ടുന്നത്? അയ്യോ, ഞാൻ രാജഗുരുവാണ്. താനെന്താ വിളിക്കുന്നത്? ഞാൻ അങ്ങയുടെ മുന്നിൽ പുറത്തു നിന്നാ വിളിക്കുന്നത്. അവിടെ നിന്ന് കിടക്കാതെ ഇങ്ങോട്ട് വേണേ. ഓ ശരി. മഹാരാജന്റെ പ്രമാണം. ഗുരുവിനെ ആധാരം. വച്ചര നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. ഇദ്ദേഹത്തിനെ പറ്റി പറയുവാൻ ഒരുപാടുണ്ട്. രാജൻ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കള്ള പറയുന്നത് എന്റെ ശീലമാണ്. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. മാത്രവുമല്ല, ഇദ്ദേഹം എന്റെ വഴികാട്ടിയാണ്. അതെ. വഴികാട്ടിയോ? അതെ അതെ. രാത്രിയിൽ ഷാപ്പിൽ നിന്നും എന്നും ഇദ്ദേഹത്തിന്റെ ടോർച്ചിന്റെ വെട്ടത്തിലാണ് നാം കൊട്ടാരത്തിലേക്ക് വരുന്നത്. രാജൻ, റാണി അങ്ങയെ തുണിയെടുക്കാൻ വിളിക്കുന്നു. എന്ത്? രാജാവായ നമ്മെ തുണി അലക്കുവാൻ വിളിക്കുന്നു? അസംഭവ്യം തന്നെ ഗുരുദേവ, അസംഭവ്യം. അതെ അതെ. ചിലപ്പോ അറിയട്ടായിരിക്കും. ഞാൻ പോയി ആട്ടി കൊടുത്തിട്ട് വരുന്നു. ചിലപ്പോൾ എനിക്ക് ആകെ തീരുമാനി കാണുമോ എന്തോ. പോയിട്ട് വരട്ടെ തോഴി. ജീവനെ എന്താ ഭഗവതിയുടെ പേര്? ഭഗവതിയോ? അല്ല, ഭഗവതിയുടെ പേര് പെട്രീഷ്യ. പെട്രിയാട്ടോറിഷ്യ. അല്ല, പെട്രീഷ്യ. അങ്ങനെ. അങ്ങേക്കിന്റെ കവിളിലെ നുണക്കുഴി ഇഷ്ടമാണോ? നിങ്ങളുടെ നാട്ടിൽ കവളൊട്ടിയെ നുണക്കുഴിന്നാണ് പറയണത്. ഇന്ന് കളിയൊക്കൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ എനിക്കാ ഫസ്റ്റ്. എന്ത്, നീ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്? ഗുരുവിനെ കണ്ടിട്ട് ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, എന്റെ അപ്പനും വലിയൊരു ധൈര്യശാലിയായിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന് ധൈര്യത്തിലുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാ? കഴിഞ്ഞ ക്രിസ്മസിന് പിള്ളേരെ വടക്കം പൊട്ടിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയി. ഗുരു ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എത്ര കാലമായി? കൂട്ടി പറയാം. ഒരു 4 ഈ 4 അയ്യോ, അതല്ല, മാസക്കണക്ക് പറ. അത് പറയണ്ടേ. ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ. അപ്പൊ മാർച്ചില്ലേ? അയ്യോ ഇല്ല, ആരുണ്ടായിരുന്ന മാർച്ച് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. എന്ത് പോണാ? നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ട് രാജാവ് വന്നാൽ കൊന്നുകളയും. ആരും രാജാവിനെയോ? അല്ല, അങ്ങനെ നമ്മളെ കൊന്നുകളയും. എന്റെ തൊഴി ഗുരു ഗുരു തൊഴി. കരുപ്പാന കയ്യാനെ എന്നെ പുഴ
இவன் காதல் இப்போ சொல்லி தான் காட்டுதம்மா